ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ മൗലിക കടമകൾ അഥവാ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 51A ഭാഗം 4A മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. മൗലിക കടമകളെക്കുറിച്ച് ഭരണഘടനയിൽ പറയുന്ന ഭാഗം 4A, ആർട്ടിക്കിൾ ഏതാണ്? 51A. അപ്പോൾ ഭാഗം 4 ഏതായിരുന്നു? നിർദ്ദേശക തത്വങ്ങളാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. ഇന്ന് 4A മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ ഭാഗമാണ് ഇന്ന് പഠിക്കുന്നത്. നോക്കാം. USSRൽ നിന്നാണ് ഇന്ത്യ മൗലിക കടമകൾ എന്ന ആശയം കടം വാങ്ങിയിരിക്കുന്നത്, അല്ലേ? USSR അഥവാ റഷ്യയിൽ നിന്നാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൻ സിംഗ് കമ്മിറ്റിയാണ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സ്വരൻ സിംഗ് കമ്മിറ്റി. അങ്ങനെയാണെങ്കിൽ ഈ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതായിരുന്നു? സപ്രു കമ്മിറ്റി ആയിരുന്നു. സപ്രു കമ്മിറ്റി. ഓക്കെ. ഇനി മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം 1976. അത് പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 1977 ജനുവരി 3 ഈ മൗലിക കടമകൾ എന്ന ആശയം പ്രാബല്യത്തിൽ വന്നത്. അങ്ങനെ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണല്ലോ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അതായത് ഭരണഘടന നിലവിൽ വന്നപ്പോൾ എന്തില്ലായിരുന്നു? മൗലിക കടമകൾ ഇല്ലായിരുന്നു. അത് 42ാം ഭരണഘടനാ ഭേദഗതിയിൽ 1976 നമ്മൾ ഉൾപ്പെടുത്തിയത്. അത് നിലവിൽ വന്നത് 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് എന്നാ? 1977 ജനുവരി 3. അപ്പോൾ മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത് എന്നാന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? 1977 ജനുവരി 3. ഇനി 42ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. അതുപോലെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നത് ആരാ? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 10 മൗലിക കടമകളായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, അല്ലേ? 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 11ാമത്തെ മൗലിക കടമ എന്നാണ് നിലവിൽ വന്നത്? 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകളുടെ എണ്ണം 11 മാറിയത്. എന്നാണ്? 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകളുടെ എണ്ണം 11 മാറിയത്. അങ്ങനെ നിലവിൽ ഇപ്പോൾ എത്ര മൗലിക കടമകളുണ്ട്? 11 മൗലിക കടമകളുണ്ട്. നിർദ്ദേശക തത്വങ്ങളെ പോലെ തന്നെ മൗലിക കടമകളും കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നവയല്ല. ഓക്കെ. നിർദ്ദേശക തത്വങ്ങളെ പോലെ തന്നെ മൗലിക കടമകളും കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നത് അല്ല. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 10 മൗലിക കടമകളാണല്ലോ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. 11ാമത് മൗലിക കടമ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 86ാം ഭേദഗതിയാണ്, 2002. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായി കൂട്ടിച്ചേർത്തു. എന്താണ്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായി കൂട്ടിച്ചേർത്തു. അതാണ് 86ാം ഭേദഗതി. ഈ സമയത്ത് പ്രധാനമന്ത്രി ആയിരുന്നത് വാജ്പേയി ആയിരുന്നു. അതുപോലെ പ്രസിഡന്റ് ആയിരുന്നത് APJ അബ്ദുൽ കലാം ആയിരുന്നു. 11ാമത് മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വർഷം 2002 86ാം ഭേദഗതി. ഈ സമയത്ത് പ്രധാനമന്ത്രി വാജ്പേയി, പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ട കടമ ആർക്കാണ്? രക്ഷിതാക്കൾക്കാണ്. ഇനി ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിയെക്കുറിച്ച് പഠിക്കണം. അതായത് ചില മൗലിക കടമകൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമപരമായ വ്യവസ്ഥകളെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് നിയോഗിച്ച ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അതാണ് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി. ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി ചില മൗലിക കടമകൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമപരമായ വ്യവസ്ഥകളെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് നിയോഗിച്ച കമ്മിറ്റിയാണ് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി. 1998 ഈ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത്. 99 ഇവർ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ 11 മൗലിക കടമകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അതിലെ കീവേഡ്സ് മാത്രം നമ്മളൊന്ന് നോക്കി വെച്ചാൽ മതി, ബൈ ഹാർട്ട് ചെയ്യൊന്നും വേണ്ട. ഓക്കെ. അപ്പോൾ ആദ്യത്തെ 51A. 51A ഏതാണ്? ഭരണഘടനയെ അനുസരിക്കുക, ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക.
അതാണ് ഒന്നാമത്തേത്. അപ്പോൾ ഇതിൽ കീ വേർഡ്സ് ഏതൊക്കെയാണ്? ഭരണഘടനയെ അനുസരിക്കുക, ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. രണ്ടാമത് ബി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകരുന്ന ആദർശങ്ങളെ പരിപോഷിപ്പിക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകരുന്ന ആദർശങ്ങളെ പരിപോഷിപ്പിക്കുക. ഇനി സി എന്താണ്? ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക. സി ഫോർ കൺട്രി എന്ന് പഠിച്ചു നോക്കുക. കൺട്രിയുടെ എന്തുവാ? ഐക്യവും അഖണ്ഡതയുമാണ് കാത്തു സൂക്ഷിക്കേണ്ടത്. ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതാണ് സിയിൽ. ഡിയിലാണെങ്കിൽ രാജ്യത്തെ പ്രതിരോധിക്കുക, രാഷ്ട്ര സേവനത്തിന് സജ്ജരായിരിക്കുക. ഡു ഫോർ നേഷൻ എന്ന് പഠിക്കാം. ഡു ഫോർ നേഷൻ എന്താണ്? രാജ്യത്തെ പ്രതിരോധിക്കുക, നമ്മുടെ നാഷന് വേണ്ട കാര്യങ്ങളൊക്കെ സേവനത്തിന് വേണ്ടി സജ്ജരായിരിക്കുക, രാഷ്ട്ര സേവനത്തിന് വേണ്ടി സജ്ജരായിരിക്കുക. ഇനി ഇ എന്താണ്? മതം, ഭാഷ, പ്രദേശം, വർഗം എന്നിവയ്ക്ക് അതീതമായി ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക. അതുപോലെ സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവർത്തികൾ ഉപേക്ഷിക്കുക. സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവർത്തികൾ ഉപേക്ഷിക്കുക. ഈയിൽ എന്തൊക്കെയാണ് പറയുന്നത്? സാഹോദര്യത്തെക്കുറിച്ചും പറയുന്നുണ്ട്, സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കരുത് എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. ഇനി എഫിൽ എന്താണ് പറയുന്നത്? ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക. ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് പറയുന്നത് എഫിലാണ്, സാംസ്കാരിക പൈതൃകം. ഓക്കെ, ഇനി അടുത്തത് ജി, പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക, ജീവികളോട് അനുകമ്പ പുലർത്തുക. പരിസ്ഥിതി സംരക്ഷിക്കുക. അപ്പോൾ പരിസ്ഥിതി എന്ന് പറയുമ്പോൾ മൊത്തത്തിലൊരു ഗ്രീനറിയാണ്. അപ്പോൾ ജി എന്ന് വെച്ചാൽ ആലോചിക്കാം. ജി ഫോർ ഗ്രീനറി. പരിസ്ഥിതി സംരക്ഷിക്കുന്നതും മെച്ചപ്പെടുത്തുന്നതും അതുപോലെ ജീവികളോട് അനുകമ്പ പുലർത്തുന്നതും ഒക്കെയാണ് ജിയിൽ പറയുന്നത്. ഇനി എച്ച് എന്താണ്? ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണാത്മകതയും വികസിപ്പിക്കുക. മാനവികത, ഹ്യൂമാനിറ്റി. അപ്പോൾ എച്ചും ഹ്യൂമാനിറ്റിയും തമ്മിലൊന്ന് കണക്ട് ചെയ്യാം. ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണാത്മകതയും വികസിപ്പിക്കുക. ഐ, പൊതുസ്വത്ത് സംരക്ഷിക്കുക. പൊതുസ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഉപേക്ഷിക്കുക. ഇനി ജെ എന്താണ്? ജെ, എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി രാജ്യത്തെ ഔന്നത്യത്തിൻ്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക. അതാണ് ജെ. എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി രാജ്യത്തെ ഔന്നത്യത്തിൻ്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക. ഇനി കെ, ഏറ്റവും അവസാനത്തെ 11ാമത്തെ ഏതാണ്? ഓരോ രക്ഷിതാവും 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള തങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക. ഏതാണ്? 86ാം ഭരണഘടനാ ഭേദഗതി 2002. ഇതിൽ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഏതൊക്കെയാണ്? ഒന്നാമതായിട്ടുള്ള മൗലിക കടമ നോട്ട് ചെയ്ത് വെക്കണം. ഭരണഘടനയെ അനുസരിക്കുക, ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, നമ്മുടെ ഭരണഘടനയുടെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും എല്ലാം ആദരിക്കുന്നതിനെ കുറിച്ചുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ ഇ എന്തായിരുന്നു? സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക, സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവർത്തികൾ ഉപേക്ഷിക്കുക. അതുപോലെ ജി, പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക, ജീവികളോട് അനുകമ്പ പുലർത്തുക. ഇനി മറ്റൊരെണ്ണം ഐ ആണ്, പൊതുസ്വത്ത് സംരക്ഷിക്കുക. ഇനി ഏറ്റവും ലാസ്റ്റ് ഉള്ളത് അതാണ് റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളത്. ഓരോ രക്ഷിതാവും 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള തങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിലൂടെ സാഹചര്യം ഒരുക്കുക. അപ്പം കുറച്ചെണ്ണം തന്നിട്ട് ഇതിൽ ഏതുമാണ് മൗലിക കടമയിൽ ഉൾപ്പെട്ടത് അല്ലെങ്കിൽ ഉൾപ്പെടാത്തതെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് മൗലിക കടമകളിൽ. ഇനി ഇതിലൊരു PYQ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്: പരിസ്ഥിതി ദിനത്തിൽ സ്കൂൾ കുട്ടികൾ വൃക്ഷത്തൈ നടുന്നത് വഴി ഏത് മൗലിക കർത്തവ്യമാണ് നിറവേറ്റുന്നത്? ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം. പരിസ്ഥിതി ദിനത്തിൽ സ്കൂൾ കുട്ടികൾ വൃക്ഷത്തൈ നടുന്നത് വഴി ഏത് മൗലിക കർത്തവ്യമാണ് നിറവേറ്റുന്നത്? ഇത് ക്വസ്റ്റ്യൻ പൂളിലെ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? പരിസ്ഥിതി സംരക്ഷണം എന്ന മൗലിക കർത്തവ്യം. പരിസ്ഥിതി സംരക്ഷണം എന്ന മൗലിക കർത്തവ്യമാണ്. അതേതാണ്? 51A ജി, പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ പോയിന്റ് വരുന്നത്. പരിസ്ഥിതി ദിനത്തിൽ സ്കൂൾ കുട്ടികൾ വൃക്ഷത്തൈ നടുന്നത് വഴി ഏത് മൗലിക കർത്തവ്യമാണ് നിറവേറ്റുന്നത്? 51A ജി. അങ്ങനെയും ഓപ്ഷൻ തരാം, അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന മൗലിക കർത്തവ്യമാണ് നിറവേറ്റുന്നത് എന്നും തരാം. ഇത്രയുമാണ് മൗലിക കടമകൾ എന്ന ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. ലൈക്സും കമൻറ്റും എല്ലാം പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഫർദർ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.